തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇപ്പോഴും വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, ആ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇതിൽ ഇപ്പോൾ വലിയ ആശങ്ക അറിയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. AI സാധ്യത ഉപയോഗിച്ചും ആളുകൾക്ക് വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന പ്രസ്താവന സ്പേസ് എക്സിന്റെ സ്ഥാപകൻ എലോൺ മസ്ക് നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് രാഹുൽ ഈ ആശങ്ക പ്രകടിപ്പിച്ചത്. മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റിൽ 48 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച ശിവസേന ഷിൻഡെ പക്ഷ നേതാവ് രവീന്ദ്ര വൈക്കറുടെ ബന്ധു EVM ഹാക്കിംഗ് സംശയമുനയിൽ നിൽക്കുന്നതും രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ബാലറ്റ് പേപ്പർ മതി എന്നാണ് അഖിലേഷ് യാദവിന്റെ നിലപാട്. മുംബൈ നോർത്ത് വെസ്റ്റിൽ നിന്നുള്ള NDA MP രവീന്ദ്ര വൈക്കറുടെ ബന്ധു മങ്കേഷ് പണ്ഡിൽക്കർ EVM അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന ഫോൺ ഉപയോഗിച്ചെന്നാണ് ആരോപണം. ജൂൺ 4-ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇയാൾ ഈ ഫോൺ ഉപയോഗിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത മുംബൈ പോലീസ് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഈ വാർത്തയും EVMകൾ ഉപേക്ഷിക്കണമെന്ന ഇലോൺ മസ്കിന്റെ അഭിപ്രായവും പങ്കുവെച്ച് രാഹുൽ ഗാന്ധി ചില സംശയങ്ങൾ ഉയർത്തുന്നു. ഇന്ത്യയിലെ EVM ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അവ സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർന്നു വരുന്നു. സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം വഞ്ചിക്കപ്പെടുന്നുവെന്നും രാഹുൽ ഗാന്ധി എക്സിൽ എഴുതി. ഇലോൺ മസ്കും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള വാഗ്വാദം കൂടിയായി മാറിയിട്ടുണ്ട് പുതിയ വിവാദം. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താൻ സാധ്യതയുണ്ട്. അത് ആളുകൾക്കും AI സംവിധാനത്തിനും സാധിക്കുമെന്നാണ് അമേരിക്കയിലെ വോട്ടെടുപ്പ് ചൂണ്ടിക്കാട്ടി മസ്ക് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിൽ ബ്ലൂടൂത്ത്, വൈഫൈ എന്നീ സംവിധാനങ്ങളൊന്നുമില്ല. മറ്റു ഡിവൈസുകളുമായി കണക്ട് ചെയ്യാനാകില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ മസ്കിന് മറുപടി നൽകി. വേണമെങ്കിൽ മസ്കിനെ വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ. ഏത് ഡിവൈസും ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന ഒറ്റ വരി രാജീവ് ചന്ദ്രശേഖറിന് എക്സിൽ മസ്കിന്റെ മറുപടി. EVMന്റെ വിശ്വാസ്യത വീണ്ടും ചർച്ചയാകുമ്പോൾ മുംബൈയിലെ കേസിന്റെ ഇനി വരാനിരിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഈ ചർച്ചയുടെ ഗതി നിശ്ചയിക്കും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.